മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ഗ്രാസിൽ നിന്ന് ഇറങ്ങി, അതായത് ഓസ്ട്രിയയിലെ ഗ്രാസ് എന്ന് പറഞ്ഞ സിറ്റിയിൽ നിന്ന് റുമേനിയയിലെ അറാഡ് എന്ന് പറഞ്ഞ സിറ്റിയിലേക്കാണ് പോണത്. അത് റുമേനിയയുടെ വെസ്റ്റേൺ റുമേനിയയുടെ ഏരിയ ആണ്. അവിടെ നിന്ന് നമ്മൾ നാളെ ട്രാൻസ്ഫാഗ്രൻസ് ഹൈവേ അവിടേക്ക് ഇറങ്ങും. മോസ്റ്റ് സീനിക് റൂട്ട് ഇൻ ദ വേൾഡ്, ഡ്രൈവിംഗ് റൂട്ട് ഇൻ ദ വേൾഡ്. അവിടേക്ക് പോകാനാണ് അറാഡ് എന്ന സിറ്റിയിലേക്ക് പോണത് റുമേനിയയിൽ. ഇന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ ട്രാൻസ്ഫാഗ്രൻസ് ഹൈവേയിലേക്ക് ഇറങ്ങുള്ളൂ. നമ്മൾ സ്ലോവേനിയയിലെ ഒരു പെട്രോൾ പമ്പിൽ വന്നേക്കാണ്. അവിടെ വിൻസ്ക്രീൻ ഒന്ന് വാഷ് ചെയ്യണം, പിന്നെ ഫ്യൂവൽ അടിക്കണം. കാരണം വിൻസ്ക്രീനിൽ കംപ്ലീറ്റ് ഈച്ചയാണ്. ഈച്ച വന്ന് അടിച്ച് നമ്മുടെ വിസിബിലിറ്റിയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. വീഡിയോ എടുത്താലും സ്റ്റെയിനൊക്കെയാണ്. അത് എവറി 2 hours ക്ലീൻ ചെയ്താലേ റെഡി ആവുള്ളൂ. അതുകൊണ്ട് ഇത് ക്ലീൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫ്യൂവലും കൂടി അടിച്ചിട്ട് വേണം നമുക്ക് ഇവിടുന്ന് പോകാനായിട്ട്. ഫ്യൂവൽ ഈ വണ്ടി പെട്രോളാണ്. അപ്പോൾ പെട്രോളാവുമ്പോൾ ഒരു ലിറ്ററിന് ഒരു 7 കിലോമീറ്ററൊക്കെ പോകും. നമ്മളെപ്പോഴും പ്രീമിയം പെട്രോളാണ് അടിക്കാറ്. ആ ആണോ? ഓക്കെ. എത്രയുണ്ട്? ഓക്കെ. ഇവിടെ ഓസ്ട്രിയയിലും ഫ്യൂവലിന് വില കുറവാണ്. 1.8 euro ഉള്ളൂ പ്രീമിയം പെട്രോളിന്. ഇവിടെ UK-യിലും ഓസ്ട്രിയയിലും വില കുറവാണ് അല്ലേ? ഓക്കെ. ഇനിയിപ്പോൾ അങ്ങോട്ട് ചെല്ലുന്നതോറും വില കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പോൾ നമ്മൾ 50 ലിറ്റർ ഫ്യൂവലാണ് അടിച്ചത്. അതിന് 93 euro ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എയർ ചെക്ക് ചെയ്തുകൊണ്ട് പോവാണ്. കാരണം എന്നറിയുമോ, ഇവിടെ നമ്മളിപ്പോൾ ഒരു 1500 മൈൽ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എയറൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഹംഗറിയിലാണുള്ളത്. സാറ്റ്നാവ് കാണിച്ചു നൗ ഇൻ ഹംഗറി. റുമേനിയയിലേക്കുള്ള റൂട്ടിലാണ്. സ്ലോവേനിയയിൽ നിന്ന് ഹംഗറിയിലേക്ക് കടന്നു. ഇനി ഹംഗറിയിൽ നിന്നാണ് റുമേനിയയിലേക്ക് കയറാൻ പോകുന്നത്. ഹംഗറിയിലെ പബ്ലിക് പ്ലേസിലെ റബ്ബിഷ് ബിന്നെ എംറ്റി ചെയ്യുന്നതാണ്. അത് വെരി ബിഗ് ഒരു സാക്കാണ് അതിനകത്ത് നിറച്ച് വെച്ചേക്കണത്. നമ്മൾ വേസ്റ്റ് കൊണ്ടുവന്നിട്ട് കഴിയുമ്പോൾ അത് കഴിയുമ്പോൾ അവർ അത് ലിഫ്റ്റ് ചെയ്യണമെന്ന് തോന്നും. നമ്മുടെ നാട്ടിലെ ഫിഷിംഗ് നെറ്റ് റിലീസ് ചെയ്യണ പോലെയാണ്. വെരി സിമ്പിൾ. ഹലോ, ഇപ്പം നമ്മളുള്ളത് ഹംഗറിയിലാണ്. ഹംഗറി ഇനി അധികം വഴിയില്ല നമുക്ക് റുമേനിയയിലേക്ക് ഇനി ഒരു 2 മണിക്കൂർ ഡ്രൈവിങ് കൂടിയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഇന്നത്തെ ഡ്രൈവ് കഴിഞ്ഞു. അതിന് അറാഡ് എന്ന് പറഞ്ഞ സിറ്റിയിൽ പോയിട്ട് നമ്മൾ താമസിക്കും. അവിടെയാണ് ഇന്നത്തെ Airbnb ബുക്ക് ചെയ്തേക്കുന്നത്. അവിടെ വലിയ എക്സ്പെൻസീവ് അല്ലെന്ന് തോന്നുന്നു. നമ്മൾ ഇന്ന് ഈവനിങ്ങിൽ അറാഡ് സിറ്റി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങുന്നുണ്ട്. ഒരു 6 to 10 എന്തായിരിക്കാം അറാഡ് സിറ്റിയിലെ വ്യൂ എന്ന് നമുക്ക് നോക്കാം. ഹംഗറിയിൽ കണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാർ ട്രാൻസ്പോർട്ടേഷൻ ട്രക്കുകളുണ്ട്. ഇവിടെ മെഴ്സിഡീസ് ബെൻസിൻ്റെയും ഫോർഡിൻ്റെയൊക്കെ പ്ലാന്റ് ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാം ആ ബ്രാൻഡ് വണ്ടികളാണ് നമ്മൾ മുഴുവൻ കണ്ടത്. പിന്നെ ഒരുപാട് ഡാസിയ വണ്ടികൾ റുമേനിയയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നു. എല്ലാം ഫുള്ള് ട്രക്കുകളാണ്.
ഇവിടെയൊക്കെ ടർക്കിയിൽ നിന്ന് തുടങ്ങിയ ട്രക്കുകൾ വരുന്നുണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ ബ്രേക്കിനൊക്കെ വന്ന് നിൽക്കുന്ന സമയമാണ്, മോട്ടോർ വേന്ന് ബ്രേക്ക് എടുക്കാനായിട്ട്. ഇവിടെ ഫുഡ് കഴിക്കാനുള്ള ഫെസിലിറ്റീസും എല്ലാം ഉണ്ട്. കാരണം ഇവിടെ ബെഞ്ചൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് പിക്നിക് ഡെസ്കുകളൊക്കെ ഉണ്ടല്ലോ, ഇവിടെ ബ്രേക്കൊക്കെ എടുക്കാം. പിന്നെ നമ്മുടെ റബിഷ് ബിൻസൊക്കെ എംപ്റ്റി ചെയ്യാം. പിന്നെ എല്ലാ തരം വണ്ടികളും വരും കേട്ടോ, കാറ് മുതൽ ലോറി എല്ലാം വരും. ഇവിടം വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റൽ ചാരിറ്റി ഫണ്ടിലേക്ക് ആർക്കെങ്കിലും ഡൊണേറ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്ര ചെറുതായാലും വലുതായാലും നിങ്ങൾക്ക് ഞങ്ങളുടെ QR കോഡ് സ്കാൻ ചെയ്തോ അല്ലെങ്കിൽ ജസ്റ്റ് ഗിവിങ്ങിൻ്റെ വെബ്സൈറ്റ് ത്രൂവോ ആർക്കും ഡൊണേറ്റ് ചെയ്യാം. ഓക്കെ, ഞാനേ ഇന്നിപ്പോൾ ഒരു പുതിയ സാധനം കണ്ട് ഞാൻ കാണിച്ചു തരാം. ആദ്യമായിട്ടാണ് ഞാനും കാണുന്നത്, കേട്ടിട്ടേ ഉള്ളൂ ഇങ്ങനൊരു സംഭവം ഇറങ്ങിയിട്ടുണ്ടെന്ന്. സൈബർ ട്രക്കാണ്. UK അത് ഡെലിവറി തുടങ്ങിയിട്ടില്ല, പക്ഷേ യൂറോപ്പിൽ തുടങ്ങി കാണുമെന്ന് തോന്നുന്നു. ഇതാണ് സാധനം, സൈബർ ട്രക്ക്. വന്നിട്ടുണ്ട്. ഇതാണ്, ഇവിടെയുണ്ട്. ജോബി ഇതൊക്കെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതാണ്, ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. ഇതാണ് സൈബർ ട്രക്ക് ഇപ്പോൾ ട്രാൻസ്പോർട്ട് ചെയ്യണത്. ഇതൊരു ജർമ്മൻ കാർ ട്രാൻസ്പോർട്ടറാണ്. അപ്പം മിക്കവാറും ജർമ്മനിയിലേക്കായിരിക്കും ഇത് പോണത്. ഇതിനകത്തൊരു ടെസ്ലയുണ്ട്, പിന്നെ ഈ സൈബർ ട്രക്കും ഉണ്ട്. ഇതിന് ഗുഡിയറിൻ്റെ ടയറാണ് ഇട്ടേക്കണത്. UK ഇതിൻ്റെ സെയില് ബാൻ ചെയ്തേക്കണത് ഇതിൻ്റെ സേഫ്റ്റി റീസൺ കൊണ്ടാണെന്ന് തോന്നുന്നു, പെഡസ്ട്രിയൻ സേഫ്റ്റി. അതുകൊണ്ടാണ് ഇത് ഇടിച്ചു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആൾ അടിയിൽ പോവും അല്ലെങ്കിൽ തെറിച്ചു പോവും. അതുകൊണ്ടാണ് ബോണറ്റിൻ്റെ മേലെ കൂടെ പോവില്ലെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ സൈബർ ട്രക്ക് പോവാണ്. റുമേനിയ ഹംഗറി ബോർഡറിലെത്തി. അപ്പോൾ ഇനി നമ്മൾ റുമേനിയയിലേക്ക് കിടക്കാൻ പോവാണ്. ഇവിടെ ഭയങ്കര ക്യൂ ട്രക്കുകളുടെ. കാറുകൾക്ക് അത്ര വലിയ ക്യൂ ഇല്ല, എന്നാലും കുറച്ച് ക്യൂ ഉണ്ട്. നമ്മൾ റുമേനിയയിലേക്ക് കടന്നു. റുമേനിയ ബോർഡർ ഇതാണ്, വേണ്ട റുമേനിയ എന്ന് എഴുതിയുണ്ട്. അതാണ് റുമേനിയ ബോർഡർ. ഇവിടെ പാസ്പോർട്ട്, വണ്ടിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ് ചോദിച്ചത്. റുമേനിയയിൽ നിന്ന് ഡാസിയ ഡസ്റ്റർ കയറ്റിക്കൊണ്ട് പോകണുണ്ട്. ഒരുപാട് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് ഡസ്റ്റർ. ഈ ഹംഗറിയിലേക്ക് കയറാനുള്ള ട്രക്കുകളുടെ ക്യൂ ആണ് ഈ കാണുന്നത്. അവർക്കും പാസ്പോർട്ടും വണ്ടിയുടെ ഡോക്യുമെൻറ്റ്സും ഗുഡ്സിൻ്റെ ഡോക്യുമെൻറ്റ്സും ഒക്കെ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഈ കാണാവുന്ന ട്രക്കുകൾ മുഴുവൻ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എത്ര മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് ആർക്കറിയാം. ഇതൊരു പഴയ അബാൻഡൻഡ് ബിൽഡിംഗ് ആണ്. ഇതെന്താണ് ഇതിനകത്തൊന്നും നമുക്കറിയില്ല. പക്ഷെ നല്ല ബിൽഡിംഗ് ആയിരുന്നു, ഹിസ്റ്റോറിക്കൽ ബിൽഡിംഗ് എന്തെങ്കിലും ആയിരിക്കും. അറാഡ് സിറ്റി ഫുള്ള് ഫ്ലാറ്റുകളാണ്. ഇവിടെ പിന്നെ ഷോപ്പിംഗ് മാളുകളൊക്കെ ഉണ്ട്. ഇത് മെഡിക്കൽ സ്റ്റോറാണ്.
ഇപ്പം നമ്മൾ ഏകദേശം ഒന്നും കാണാൻ പറ്റില്ല, കാരണം വിൻസ്ക്രീനിൽ കംപ്ലീറ്റ് റെയിൻ ആയതുകൊണ്ട്. ഏകദേശം നമ്മുടെ എയർബിആൻബിയുടെ അടുത്തെത്തി. അപ്പോഴാണ് ഒരു വെരി ഹെവി റെയിനും ആലിപ്പഴം പെയ്ത്തും ഒക്കെ ആയിട്ട് നമുക്കൊരു വെതർ വാർണിംഗ് ഫോണിൽ വന്നു. അതായത് 8 മണി മുതൽ 9 മണി വരെയുള്ള സമയം ഷെൽട്ടറിനടിയിലിരിക്കണം, അതായത് വീടിൻ്റെ ഒന്നും പുറത്തിറങ്ങരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ കാറിൽ തന്നെ ഇരിക്കുകയാണ്. ഡ്രൈവിംഗ് ഒക്കെ നിർത്തി വെച്ചു, കാരണം എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസിബിലിറ്റി കുറവ്, പിന്നെ വെരി ഹെവി റെയിനാണ്. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്, പക്ഷെ നമുക്ക് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഓക്കെ, ബൈ.